കേരളത്തിൽ പോളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കും, എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കും, ജോലികളെ കുറിച്ച് സംസാരിക്കും, ഈവൻ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചും വളരെയധികം വോക്കലായിട്ട് തന്നെ നമ്മൾ സംസാരിക്കാറുണ്ട്. എന്തൊക്കെ ഡയറ്റ് ഫോളോ ചെയ്യണം, എന്തൊക്കെ മെഡിസിൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പുതിയത്, അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ മോസ്റ്റ്ലി അത്രയും വോക്കലായിട്ട് സംസാരിക്കാത്ത ഒരു ടോപ്പിക്കാണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാം. മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് തുറന്ന് സംസാരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നത്. ഇതൊരു ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ളൊരു വീഡിയോ അല്ല, ജസ്റ്റ് ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്. ഐ എം അർച്ചന, ദിസ് ഈസ് അമൈൻമെൻറ്റ്. വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് അമൈൻമെൻറ്റ്. നമ്മളുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ പല രീതിയിൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു മാനിനെ എടുക്കുകയാണെങ്കിൽ അയാൾ കരഞ്ഞു കഴിഞ്ഞാൽ വീക്കാണ്. അതുപോലെ ഒരു വുമൻ, അവരുടെ ഇമോഷണൽ സ്ട്രഗിൾസ് ആവട്ടെ, ഈവൻ ഹൗസ് ഹോൾഡ് സ്ട്രഗിൾസ് ആവട്ടെ, അതിനെക്കുറിച്ച് കുറേ അധികം ഇങ്ങനെ വോക്കലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര കംപ്ലെയിനിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നൊരു ലേബിൾ കുത്തുക. അതുപോലെ ഇപ്പോൾ ഒരു മോനോ മോളോ അവരുടെ പ്രായമായ അമ്മേനെയോ അച്ഛനെയോ നോക്കുന്നതിലുള്ള ഡിഫിക്കൽട്ടീസിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവരൊരു മോശം മോനോ മോളോ അല്ലെങ്കിൽ മക്കൾ എന്ന രീതിയിൽ അവർ മോശമാണ്. അതുപോലെ കുട്ടികളെ റേസ് ചെയ്യുന്ന കാര്യത്തിൽ ഏതെങ്കിലും പേരൻസ് അവരുടെ ഡിഫിക്കൽട്ടീസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാഡ് പേരൻസ് ആണ് എന്ന രീതിയിലൊക്കെ ലേബിൾ കുത്തുക. അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരവരുടെ സ്ട്രഗിൾസ് ഓപ്പണായിട്ട് വോക്കലായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സൊസൈറ്റി അവരെ വീക്കാണ് എന്ന രീതിയിൽ ലേബിൾ കുത്താൻ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കാറ്. കുഞ്ഞുനാളെ തൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും, നീ വലുതായിട്ട് വലിയ ആളാവേണ്ട ഒരാളാണ്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ ഇരുന്ന് വിഷമിച്ചാലോ, അല്ലെങ്കിൽ ഇത് കേട്ടിട്ടുണ്ടാവാം, ഇതൊക്കെ വലിയ പ്രശ്നമാണ്, വെറുതെ നീ ഓവർ തിങ്ക് ചെയ്തല്ലേ ഇതിനൊക്കെ ഒരു പ്രശ്നമാക്കി തീർക്കുന്നത്, ഇങ്ങനത്തെ രീതിയിൽ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാറില്ലേ, പല പല ആൾക്കാരിരുന്ന് ഇങ്ങനെ സംസാരിക്കാറുണ്ട്, ഞങ്ങളുടെ ജനറേഷനിലൊന്നും ഒരു രീതിയിലും സ്ട്രെസ്സോ ഡിപ്രഷനോ ആങ്സൈറ്റിയോ ഇതൊന്നും ഇല്ലായിരുന്നു, ഇതൊക്കെ വെറുതെ ഇപ്പോഴത്തെ പിള്ളേർ അറ്റൻഷൻ സീക്കാനും വെറുതെ ഇതിനൊക്കെ ഒരു വലിയ കാര്യമാക്കി എടുക്കുകയാണ്, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ മേളിൽ കൺട്രോൾ വേണം, നിങ്ങൾ ആക്ഷൻസ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. പക്ഷെ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊക്കെ പുട്ട് ഫോർവേഡ് ചെയ്യുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് സൈലൻ്റ്ലി ഇരുന്ന് സഫർ ചെയ്യൂ എന്നതാണ്. പക്ഷെ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഒരാളും സൈലൻ്റ്ലി ഇരുന്ന് സഫർ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ട സമയത്ത് പ്രോപ്പർലി ഹെൽപ്പ് സീക്ക് ചെയ്യാൻ പറ്റണം അവർക്ക്. അതിനായിട്ട് നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും ആ ഒരു അവെയർനെസ് ബിൽഡായാൽ മാത്രമേ നമുക്ക് അതിനായിട്ട് അവർക്കൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കൾച്ചർ ഓഫ് സൈലൻസ് പുട്ട് ഫോർവേഡ് ചെയ്യുന്ന വേറൊരു മെസ്സേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ എല്ലാവരുടെയും ഇമോഷൻസ് എന്ന് പറയുന്നത് ഹിഡൻ ആയിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ്. അതിനെ തുറന്ന് എക്നോളജ് ചെയ്യുകയോ എക്സ്പ്രസ് ചെയ്യാനോ പാടില്ല എന്നതാണ് ഇത് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൈക്കോളജിക്കലി സ്പീക്കിംഗ് നമ്മളുടെ ഇമോഷൻസിനെ കുറിച്ച് അവെയർ ആയിരിക്കുക, അതിനെ എക്നോളജ് ചെയ്യുക, അതിനെ ഹെൽത്തി വേയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക, മാനേജ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുടെ വെൽബീയിങ്ങിനും നമ്മളുടെ ഓവറോൾ എക്സിസ്റ്റൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ നമ്മളുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ സിവിയർ ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉള്ളവരെ വട്ടൻ, ഭ്രാന്തൻ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ള ലേബലിംഗ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ അപ്പോഴും ഓർക്കാറില്ല, ഈ ഇങ്ങനത്തെ ഒരു സീവിയർ ആയിട്ടുള്ള കണ്ടീഷനിലുള്ളവർ മാത്രമല്ല, ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അത് നമ്മൾ ആസ് എ സൊസൈറ്റി നമ്മൾ ഫെയിൽ ആവുകയാണ് അവിടെ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾക്കപ്പം തോന്നുകയാണ്, ഇങ്ങനൊരു സീവിയർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ വന്നാൽ മാത്രമല്ലേ നമ്മളൊരു ഹെൽപ്പ് സീക്കേണ്ട ആവശ്യമുള്ളൂ, എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിസിഷൻസ് എടുക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാനൊരു ഫെയിലിയറായി മാറുമോ എന്ന് റിപ്പീറ്റഡ്ലി തോന്നുക, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റക്കാണെന്നൊന്ന് ഫീൽ ആവുക, അല്ലെങ്കിൽ ഞാൻ വേർതി അല്ല എന്നുള്ളിൽ നിന്നും തോന്നുക, അങ്ങനത്തെ പല രീതിയിലെ കാര്യങ്ങളും നമുക്ക് ഉള്ളിൽ നിന്നിങ്ങനെ ഫീൽ ആകുമ്പോൾ അതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദാറ്റ് സംതിങ് ഈസ് റോങ്. ആൻഡ് ആ സമയത്തൊന്നും ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരുന്ന് സഫർ ചെയ്യുന്നതിന് പകരം ഹെൽപ്പ് സീക്ക് ഔട്ട് ചെയ്യുക, സംസാരിക്കുക അതിനെക്കുറിച്ച്. ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ മെൻ്റൽ ഹെൽത്തും ജസ്റ്റ് ക്യൂർ ചെയ്യുക എന്നത് മാത്രം ബേസ്ഡ് അല്ല, പ്രിവെൻറ്റീവ് മെഷേഴ്സും നമുക്ക് എടുക്കാൻ പറ്റും. ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്ട്രെസ്സേഴ്സ് വരാം, ഡിഫിക്കൽട്ടീസ് വരാം. അപ്പം നമ്മളുടെ സ്കിൽ ബിൽഡിംഗ് എന്ന രീതിയിൽ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്കിൽ ബിൽഡ് ചെയ്യുക, അതാണ് ഒരു പ്രിവെൻറ്റീവ് ആയിട്ടുള്ളൊരു മെഷർ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ആക്ച്വലി സ്കൂൾ സിസ്റ്റംസ് ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുനാൾ തൊട്ടേ കുട്ടികളുടെ അടുത്ത് ഇമോഷൻസിനെ കുറിച്ച് സംസാരിക്കുക, ഇമോഷണൽ വെൽബീങ്ങിനെ കുറിച്ച് അവരെ പഠിപ്പിക്കുക,
പഠിപ്പിക്കുക, അവരെങ്ങനെ റെസിലിയൻ്റ് ആവണം എന്ന് പഠിപ്പിക്കുക, സെറ്റ് ബാക്ക്സ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, ഒരു ഡിസ്ട്രെസ് തോന്നുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ അവരെന്താണ് ചെയ്യേണ്ടത്, അവരുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ബെറ്റർ ആക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്കിനി പാസ്റ്റിലോട്ട് പോയി സ്കൂൾ ലെവലിൽ തന്നെ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ തന്നെ അതൊന്നും നമുക്കിനി പഠിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇനിയെങ്കിലും നമ്മളുടെ എഫേർട്സ് ഇട്ട് നമ്മളുടെ ഈ സ്കിൽസിനെ കുറിച്ചൊക്കെ അറിയാനും നമ്മളെക്കുറിച്ച് കൂടുതൽ അവെയർ ആവാനും നമ്മളെ തന്നെ സെൽഫ് ആക്സെപ്റ്റൻസ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ശ്രമിക്കാം ഒരു പ്രിവെൻറ്റീവ് രീതിയിൽ. അതുപോലെ തന്നെ നമ്മളുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ ആൽക്കഹോൾ കൺസംഷൻ, ഡ്രഗ് കൺസംഷൻ ഇതൊക്കെ ഇങ്ങനെ കൂടുന്നത് ലൈക്ക് ആൾക്കാർ അവരവരുടെ പ്രശ്നങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടും ഒരു ഡിസ്ട്രാക്ഷൻ എന്ന രീതിയിലെല്ലാം മറന്ന് കുറച്ച് ഹൈ ആയിട്ടിരിക്കാം എന്ന രീതിയിലാണ് ഇതൊക്കെ കൺസ്യൂം ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ. അപ്പം അവരവിടെ അവരുടെ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ആൻഡ് ഒരിടത്ത് പോയി അവർ ഹെൽപ്പ് സീക്ക് ചെയ്ത് ആ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ച് ഞാൻ എങ്ങനെ സോൾവ് ചെയ്യണം എന്നതിലേക്ക് അവരെത്തുന്നില്ല. അവർ റാദർ ചൂസ് ചെയ്യുന്നത് ഒരു ഈസി മെത്തേഡായിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് ആണ്. പക്ഷേ അങ്ങനെ ഞാൻ ഈ ഡിസ്ട്രാക്ഷൻസ് അല്ല ഞാൻ ചൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ച് ഒരു പേഴ്സൺ ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്തോ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ ഒക്കെ വന്ന് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അഡ്രസ്സ് ചെയ്ത് ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ ഒരു ബ്രേവ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് തന്നെയാണ്. കാരണം തീരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ വൾനറബിലിറ്റീസ്, വീക്ക്നെസ്സസ് ഇതൊക്കെ ഒരാളുടെ അടുത്ത് പോയി തുറന്ന് സംസാരിക്കുക. ആൻഡ് പഴയ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വരെ വളരെ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുക. അപ്പോൾ അത് ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ദെവ് ടേക്കൺ ദാറ്റ് സ്റ്റെപ്പ് ബിക്കോസ് അവർ തീരുമാനിക്കുകയാണ് അവർക്ക് ഡീൽ ചെയ്യണം, ഓടി ഒലിക്കണ്ട എന്നത്. അപ്പം അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുന്ന ആളെ നമ്മൾ റെസ്പെക്റ്റ് അല്ലേ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഒരു കാര്യമാണ് ഈ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെൻ്റൽ എന്ന വാക്കിനോട് ചേർന്നിരിക്കുന്ന സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ആരെങ്കിലും കളിയാക്കണമെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ എങ്കിലും പറയാറില്ലേ, ലൈക്ക് അവൻ മെൻ്റലാണ് അല്ലെങ്കിൽ മെൻ്റൽ കേസാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് അത്രയും ഒരു ഇൻസൾട്ട് എന്ന രീതിയിൽ അല്ലെങ്കിൽ കളിയാക്കേണ്ട രീതിയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു വേർഡല്ല. അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ ലൈഫിൽ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. സോ അത് ജസ്റ്റ് നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ ഇപ്പം ആസ് എ ഫാമിലി അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിന് അങ്ങനെ ഒരു സപ്പോസ് ഒരു പാനിക് അറ്റാക്ക് പോലെ വരുമ്പോഴത്തേക്കും ഒന്നുമല്ല ഇത് ജസ്റ്റ് ഗ്യാസ് ട്രബിൾ ആയിരിക്കും എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു ആൻറ്റി ഡിപ്രസൻസ് കഴിക്കുന്ന ഒരാളായിരിക്കാം. ഫാമിലിയിലുള്ളവർ അതിൻ്റെ ലേബിൾ ഒട്ടിച്ച് വയ്ക്കുക, വേറെ ആരോടത്തും പറയാതിരിക്കുക. പുറത്തെറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ലേബിളിങ്സ് കിട്ടും എന്നുള്ള പേടി കാരണം അവർ പുറത്ത് പറയാതിരിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ പോലും ഒരാളിങ്ങനെ ഓൺ ചെയ്ത് പറയുക ലൈക്ക് ഓക്കെ ഞാൻ തെറപ്പിസ്റ്റിനെ കാണുന്നുണ്ട്, ഞാൻ തെറപ്പിയിലാണ് എന്ന് ഓപ്പണായിട്ട് ആൾക്കാർക്ക് പറയാൻ പറ്റാറില്ല. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി അതിനെങ്ങനെ ലേബിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ജേർണി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ആ പേഴ്സൺ ആ സമയത്ത് വേണ്ടത് ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. ആൻഡ് ആ സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുന്ന ആൾക്കാർ വെൽക്കമിങ് അല്ല, ഓപ്പൺ അല്ല, ഇങ്ങനെ ടാബൂസ് സ്വന്തമായിട്ടും കൊണ്ട് നടക്കുകയാണ്, സ്റ്റിഗ്മറ്റൈസ് ചെയ്ത് തന്നെയാണ് നിങ്ങൾ കാണുന്നത് എന്ന് ആ പേഴ്സണിലേക്ക് ഇങ്ങനെ മെസ്സേജ് പാസ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് ആ പേഴ്സണ് ഫീൽ ആവുക എൻ്റെ എൻവയൺമെൻറ്റ് ഒരു ഇൻവാലിഡേറ്റിംഗ് ആയിട്ടുള്ളൊരു എൻവയൺമെൻറ്റ് ആണെന്ന്. അപ്പോൾ ആ സമയത്ത് അവരുടെ ഹീലിംഗ് പ്രോസസ്സിനെ അത് ഡിലേ ചെയ്യും, അവരെ മാനസികമായിട്ട് വീണ്ടും ബുദ്ധിമുട്ടിലാക്കും. അപ്പം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നത് വെറുതെ ഉള്ള സ്റ്റിഗ്മാസൊക്കെ അവോയ്ഡ് ചെയ്ത് കുറച്ച് ഓപ്പൺ ആൻഡ് വെൽക്കമിങ് ആയിട്ട് നമുക്ക് അവരുടെ ഈ ജേർണിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് നാളെ തൊട്ട് എല്ലാവരും അങ്ങ് ചേഞ്ചായി, എല്ലാവരും മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് വളരെയധികം അവെയറായി, അക്സെപ്റ്റൻസ് ക്രിയേറ്റായി എന്നൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡ്രമാറ്റിക്കായിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ സംഭവിക്കണം എന്ന് ഒരു നിർബന്ധമില്ല, ഞാൻ അങ്ങനെ സംഭവിക്കാറുമില്ല. പക്ഷേ ചേഞ്ച് എന്ന് പറയുന്നത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രോം ദി ബിഗിനിങ്, ലൈക്ക് ഒരു സ്മോൾ ചെറിയ ചേഞ്ചസ് നമ്മളിൽ വരിക, നമ്മൾ കുറച്ചും കൂടെ ഒരു അക്സെപ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക മെൻ്റൽ ഹെൽത്തിൻ്റെ ടുവേർഡ്സ്. ആൻഡ് ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ഇങ്ങനെ തോന്നുകയാണ് ലൈക്ക് അവർക്ക് പോകാനൊരു റിലക്റ്റൻസ് ഉണ്ട്, ഒരു സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണാനായിട്ട് പോകാനൊരു റിലക്റ്റൻസ് ഉള്ള ഒരാൾക്ക് തോന്നുകയാണ് ഓക്കെ ഇതപ്പം വലിയൊരു കാര്യമല്ല, നോർമലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തോ ഡോക്ടറിൻ്റെ അടുത്തോ പോകുന്നത് പോലെ തന്നെയാണ് ഞാൻ എൻ്റെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ അടുത്ത് പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് വിചാരിച്ച് ഒരാളെങ്കിലും ആ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ എനിക്ക് വലിയൊരു കാര്യമായിരിക്കും. കാരണം ചേഞ്ച് എന്ന് പറഞ്ഞത് ഒരു നീഡഡ് ആയിട്ടുള്ളൊരു ഇന്നെവിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ കാര്യത്തിൽ.
സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ റിയലി ഹോപ്പ് സോ ദാറ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസൈറ്റ്ഫുള്ളായിട്ട് ഫീൽ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. സോ താങ്ക് യു വൺസ് അഗൈൻ ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.